ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് കുക്കുംബർ കണ്ടോ? കുക്കുംബർ, തക്കാളി, ഇത് പുളിവെള്ളമാണ്, ആവശ്യത്തിനുള്ള പുളിവെള്ളം. പിന്നെ അതിൻ്റെ കൂട്ടത്ത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജീരകം, ഇത് താളിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണക്കമുളകും, ഇത് ഒരു 2-3 പച്ചമുളകും, ചെറിയ പച്ചമുളകാണേ. ഇവയെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഒരു രസം. ഇത് LGയുടെ കായപ്പൊടി, സൂപ്പറാണ്. കായപ്പൊടി അടിപൊളിയാണ്. നമ്മൾ ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ചൂടായതിന് ശേഷം ഓയിലിട്ട്, എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ച്, ബോംബ് പൊട്ടും പോലെ കറിവേപ്പിലയും ഇട്ട് അതിൻ്റെ കുറച്ച് കൂടി ഉണക്കമുളകും ഇട്ട് നമ്മൾ നല്ലപോലെ ഉണ്ടി കൊടുത്തിട്ട് കടുകെല്ലാം ബോംബ് പൊട്ടും പോലെ പൊട്ടിത്തെറിച്ച്, എന്നിട്ട് നമ്മൾ 2 വെളുങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, അരിഞ്ഞും കട്ടെല്ലാം ഒന്ന് തന്നെയല്ലേ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് ഉപ്പൂട്ട് ഇങ്ങോട്ട് കിണ്ടുക. അതങ്ങോട്ട് നല്ല യോജിച്ചതിന് ശേഷം ഈ ചേരുവയും കൂടെ അതിലൂടെ ഇട്ട് കൊടുക്കണം. അരയ്ക്കണ്ട ഒന്നും ചെയ്യണ്ട. ഇതെല്ലാം അരിഞ്ഞ് പിറക്കി എണ്ണയിലിട്ട് അങ്ങോട്ട് കിണ്ടി എടുത്താൽ മതി. ഒരു നല്ല സൂപ്പർ രസമാണ്, അടിപൊളി. അപ്പോൾ ഈ വെള്ളരിക്കയെല്ലാം നമുക്ക് ചവയ്ക്കാനായിട്ട് കിട്ടും. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ചോറിന് വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതിയെന്നേ. സൂപ്പറാണ്. കായപ്പൊടിയാണ് ഞെട്ടത്, കണ്ടല്ലോ. ഇവയെല്ലാം കൂടെ എണ്ണയിലിട്ട് ബസ്ക എന്ന് പറഞ്ഞാൽ നല്ല പുകമയം. അതും കൂടെ ആയിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതും കൂടെ ഇട്ടങ്ങോട്ട് കൊടുത്താൽ ഇതിന് മല്ലിയില എന്ന് വേണ്ട, കറിവേപ്പില മാത്രം മതി. കറിവേപ്പില ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ബസ്ക എന്ന് കറക്കി അടിക്കണം. ഭൂലോകം ഭൂമി കിടന്ന് കറങ്ങണത് പോലെ അങ്ങോട്ട് കറക്കിയെടുക്കണം. എന്നിട്ട് ഇതും കൂടെ ഒരു തിളച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇറക്കി വെക്കണം. അത്രയേ ഉള്ളൂ. ഇത് ഈസിയാണ്, പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് രസമാണ്. ഞാൻ ഇങ്ങനെ നോക്കി, അപ്പോൾ ഈ കുക്കുംബറാണെങ്കിൽ ഇത് എടുത്തിട്ട് ഇച്ചിരി ഉണ്ടായിരുന്നേ. ഇനി ഇതിരുന്നിരുന്ന് കളയണേ എന്തിനാന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. സൂപ്പറാണേ, ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ടുണ്ട്. ഞാനിങ്ങനെ ഇത് കഴിച്ചു നോക്കി. അടുപ്പത്ത് വെച്ചു. നല്ല ഒരു പതപതാന്ന് പറഞ്ഞുകൊണ്ട് ചെറുതായിട്ട് കണ്ടോ, അനങ്ങുന്നു. അത് കണ്ടോ, ഭൂതക്കണ്ണാടി വെച്ച് അങ്ങോട്ട് നോക്കണം. ഇപ്പം അനങ്ങും വരുന്നുണ്ട്. പതുക്കെ പോരട്ടെ. വേഗം. ഇപ്പതേ ബോംബ് പൊട്ടണ പോലെ താളച്ചം മറിഞ്ഞ് സൂപ്പർ രസം.